അമ്മയാ എന്തോ ജ്യോതിക്കുട്ടൻ ചേട്ടാ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എന്താ തോന്നുന്നു ചേട്ടാ, പണ്ട് പാടാം നേടാം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് പാടി ഇപ്പതാ സൂപ്പർ സ്റ്റാറിന്റെ വേദിയില് നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ചേട്ടൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ തോന്നുന്നത്? ആദ്യം അമൃത ടിവിക്ക് നന്ദി പറയുകയാണ് ഇങ്ങനെ ഓരോ ചാൻസുകൾ തരുന്നതിൽ. ഇവരുടെ കൂടെ പാടിയിട്ട് ഇവരെന്നേലും നല്ലോണം പാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ചേട്ടൻ പോലീസ് ഓഫീസർ ആണ് കേട്ടോ. ആദ്യമേ പറയണ്ടേ? എന്നാലൊന്ന് പേടിക്കാം. അല്ല, ശരത് സാറിന് അറിയാമെന്ന് എനിക്ക് തോന്നി. പിന്നെയും കണ്ടതിൽ കുറെ സന്തോഷം. ഉഗ്രായിട്ട് പാടി കുഞ്ഞിന്റെ കൂടെ. അത് കുഞ്ഞുങ്ങള് ഞാൻ പറഞ്ഞില്ലേ പാറും, ഇവരൊക്കെ അസാധ്യമായിട്ട് പാടുന്നവരാ. നമ്മള് പാട്ട് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. ഇതാരാണ് പാട്ട് സെലക്ട് ചെയ്തത്? ഇത് ഗ്രൂമസ്, നമ്മുടെ രൂപേഷും റോജിയും. അതൊക്കെ കൊള്ളാം, നല്ല പാട്ട്. അപ്പൊ മക്കള് ഇത് തമിഴല്ലേ? ഇത് ആരാ പാടിയത്? SPB സാറും പിന്നെ ചിത്രാമ്മയും. മലയാളം കമോൺ നമ്മുടെ അമ്മച്ചി പറയണ്ടേ? ഈസി അല്ലേ? അതെ, ധൈര്യമായിട്ട് പറഞ്ഞോ കൊച്ചേ. അപ്പൊ ശരി, ഈ തമിഴിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ. മ്യൂസിക് ചെയ്ത ഇളയരാജ അത് പറയേണ്ട കാര്യമില്ല മക്കളെ. അരുമതി സാറ്. ആരോ? അരുന്ധതിയോ? അയ്യോ, അരുന്ധതി ടീച്ചർ ഇവിടെ പഠിപ്പിക്കല്ലേ? അറിവ് മതി എന്ന് പറഞ്ഞാൽ അറിവ് മതി എന്നല്ല, അറിവ് മതി. അത് മതി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ പിന്നെ ബാക്കി അത്രേ ഉള്ളൂ. സിനിമ സിറൈച്ചാലൈ. അതിന്റെ മലയാളം ഏതായിരുന്നു? അത്രയും പറയുന്നില്ല. കലാപക്കാരൻ പറഞ്ഞു. കാലാപ്പാനി. മക്കളെ ഇതൊക്കെ എന്താ പറയണ്ടേ, അങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ചിത്രങ്ങളാണ്. അതുകൊണ്ടാ ചോദിച്ചോട്ടോ. അപ്പം മോളെ നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ നന്നായിട്ട് പാടി മോള്. ചില അക്ഷരങ്ങള് ചില വാക്കുകളൊന്നും കൂടെ ശ്രദ്ധയോടെ. അത് മോക്ക് തമിഴല്ലല്ലോ, മോള് മല്ലു അല്ലേ, മലയാളി ആയതുകൊണ്ടാണ്. അത് നമ്മുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഉസ്താദ് അല്ലെങ്കിലും ഇതൊക്കെ കുറച്ചൊക്കെ തിരുത്താൻ നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. അപ്പം തമിഴ് ആ ഒരു തമിഴ് സ്ലാങ്ങിൽ അങ്ങോട്ട് പറയുമ്പോൾ അവിടെ ഉള്ളവർ നെഞ്ചത്ത് കയറ്റി അങ്ങ് ഇരുത്തും തമിഴർ. അതല്ല വേണ്ടത്. അന്ത കുഴന്ത എന്നമോ പാടുത് തമിഴ് മാതിരിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ തീർന്ന പരിപാടി. അപ്പോൾ അത് മലയാളിயாக இருந்தாலும் കേരള പൊണ്ണാக இருந்தாலும் அப்படி தமிழை பிச்சு உதறாங்க ഇതൊക്കെ പറഞ്ഞാൽ അവിടെ അത് മതി. അവരുടെ ഭാഷ പാടിയാൽ അവരെ എടുത്ത് നെഞ്ചത്ത് വയ്ക്കും. അങ്ങനെ നല്ലവരാണ് തമിഴ്നാട്ടിലുള്ളവർ കേട്ടോ. അപ്പം മക്കൾ അത് നോക്കണം. പല വാക്കുകൾ എനിക്ക് വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞ പോലെ തോന്നി. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. പിന്നെ ഒരു സ്ഥലം ഏതായിരുന്നു? ആ പോർഷൻ അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? അവിടെ എന്തോ ഒരു തെന്നി കിടക്കുന്ന ഒരു ഫീൽ. നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരാം. അനൂഫേ, അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും മക്കളെ. ആ നോട്ട്സിനൊരു ക്ലാരിറ്റി എന്ന് പാടിയാലേ അതാണ്. പക്ഷെ ആ നോട്ട്സിന് ക്ലാരിറ്റി വേണ്ട. എന്നാൽ നീ അന്നും അല്ല പാടാൻ പറഞ്ഞത്. അതിനൊരു ഫീൽ ഉണ്ട്, എന്നാൽ ആ നോട്ട്സ് വേണം കേട്ടോ മക്കളെ. അത് കൃത്യമാകുമ്പോഴല്ലേ ആ കോഡ് നീ അനൂഫങ്ങൾ പിടിക്കുന്നതിനൊരർത്ഥം വരത്തുള്ളൂ. അത് കൃത്യമായിട്ട് പാടാമോ? അർത്ഥം കൂടെ വരട്ടെ. അതായത് എന്താ മക്കളെ? പാവൈ മയിൽ സായുധേ മന്നവനിൻ മാർബിലോ. അത് എനിക്ക് മലയാളമാണ് ആദ്യം എടുത്തതെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ലോ ഒക്കെ വന്നേക്കുന്നതിൽ ലിപ്പടിക്കും. എനിക്ക് അതേ ഉള്ളൊരു കുറച്ചും കൂടെ ക്രിസ്പ് ആകാമായിരുന്നു എന്ന് തോന്നിയ ഒരു ഏരിയ. ബാക്കിയെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. നന്നായിരുന്നു മോളെ. നീ ഒരു നല്ല ഉഗ്രം പാട്ടുകാരിയാടി, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നല്ല എന്ത് സ്വീറ്റാണ് നിന്റെ ശബ്ദം കേൾക്കാൻ. അത് അനുഗ്രഹമാണ് മോളെ, ദൈവാനുഗ്രഹമാണ്. നമുക്കൊരു നല്ല ശബ്ദം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹമാണ്. ഡെഫിനറ്റായിട്ട് നാളത്തെ പാട്ടുകാരിയാണ്, അത് ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല. നോ ഡൗട്ട്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ശരത് സാർ. മനോജേട്ടാ, ജ്യോതിക്കുട്ടൻ സാറിനും അമ്മയെ കുട്ടിക്കും രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്. നന്നായിട്ട് പാടി. ഇതിൻ്റെ മലയാളം കേട്ടുള്ള പരിചയമുള്ളൂ, തമിഴധികം കേട്ടിട്ടില്ലായിരുന്നു.
തമിഴ് അണ്ണാച്ചി പറഞ്ഞ പോലെ പ്രൊനൗൺസ് ആക്സെന്റിലൊക്കെ കുറച്ച് ഒന്ന് കറക്ഷൻ വരുത്തിയ മോള് അസലായിരിക്കും ഈ പാട്ട്. തമിഴർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പറഞ്ഞൊക്കെ ശരിയാണ്. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ സർ. പിന്നെ ഞാൻ ആദ്യം ജ്യോതിക്കുട്ടനും അമ്മയെ കുട്ടി എന്ന് പറയാൻ വന്ന, പിന്നെ പോലീസാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ മാറ്റം വരുത്തി, സാറെന്ന് കൂടി ഇട്ടു. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ല കാര്യം. ഒന്നാമത് കൊച്ചി സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും സ്റ്റേഷനിലൊന്നും വെച്ച് നിങ്ങളെ കാണാൻ യാതൊരു താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ വന്ന് കാണുന്നതാണ് ഏറ്റവും സന്തോഷം. ശ്രീനേട്ടൻ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഒരു കലാകൃതി ഉണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അങ്ങനെ ഒരാള് കാണാൻ കിട്ടി, സന്തോഷം. വളരെ റെയറാണ്. നിങ്ങളിപ്പോൾ ഉള്ള ഒരാൾ ഇങ്ങനെ പാട്ടുകാരനൊക്കെ ആയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഒരുപാട് പേര് പാടുന്നവരുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അമ്മയെ നന്നായിട്ട് പാടിയില്ലേ? അമ്മയെ നല്ലോണം പാടി. നന്നായിട്ട് പാടി. സ്റ്റേജിലൊക്കെ എവിടെയാ ട്രൂപ്പ്? നിങ്ങളുടെ പോലീസ് ട്രൂപ്പ് വല്ലതും ഉണ്ടോ? കോട്ടയത്ത് നിന്നൊരു പോലീസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. അതേ പറഞ്ഞു. ഞാൻ കോട്ടയംകാരനാ. അറിയാം. അതെ. ഞാൻ മഞ്ജു ചേട്ടൻ അറിയും. അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് മഞ്ജുനാഥ്. മ്യൂസിക് ഡയറക്ടറാണ്. നന്നായിട്ട് പാടും. മഞ്ജുവായിട്ട് നല്ല പരിചയമല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട് നേരത്തെ. ഓക്കെ, വെരി ഗുഡ്, സന്തോഷം. എനിവേസ്, ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ കാണാൻ കഴിഞ്ഞതിൽ, ഈ നല്ല പാട്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാജുലേഷൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ചേച്ചി അമ്മയ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. സർ മനോഹരമായിരുന്നു. ഞാൻ സത്യത്തിൽ ഈ ഒരു ഭാഷയില് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ മലയാളം കേട്ട് ഇത് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഈ പാട്ട്. പെട്ടെന്ന് അത് വേറൊരു ഭാഷയിൽ കേട്ടപ്പോഴത്തേക്ക് എന്താണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോയത്. പക്ഷേ സാർ അത് മനോഹരമായിട്ട് പാടി. താങ്ക് യു. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. വോയിസ് നല്ലൊരു ശബ്ദം, നല്ല ശബ്ദമാണ്. ശരിക്കും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ പോലീസ് ഓർക്കസ്ട്രയുടെ പ്രോഗ്രാംസ് അതല്ലാതെ ചെയ്യുന്നില്ല? ഇല്ല, അല്ലാതെ ചെയ്യണം. കാരണം അത്ര നല്ല വോയിസ് ആണ്. പറ്റുമെങ്കിൽ ഈ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പാട്ടുകളും പാടുക. കാരണം നല്ല വോയിസ് ആണ്. റിസപ്ഷൻ പ്രോഗ്രാമിനൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നൈസ്. ശരിക്കും ആ ഇടയിൽ ഒരു ചിരിയൊക്കെ കൊടുത്തില്ലേ, ഒരു എക്സ്പ്രഷൻ, ഒരു ചിരിയൊക്കെ കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു അത്. ഈ വരികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ കുറേ പാട്ടുകൾ ഡബ് ചെയ്ത് തിരിച്ച് വേറെ ഭാഷയിൽ പാടുമ്പോഴത്തേക്കുള്ള ചില പ്രശ്നങ്ങൾ വരും. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. ഇതിനകത്ത് ഈ ഒരു പാട്ടിൽ സാർ പറഞ്ഞ അതേ സെയിം കറക്ഷൻസ് തന്നെയാണുള്ളൂ. ആ ഒരു ലിറിക്കൽ ചെറിയ പ്രശ്നങ്ങൾ അല്ലാതെ സ്വീറ്റായിരുന്നു പാടിയത്. താങ്ക് യു മാം. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. നല്ല ഒഴുക്കുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. അനായാസമായിട്ട് പാടി. മോളെ എൻജോയ് ചെയ്തോ? ഇത് ഇഷ്ടപ്പെട്ടോ? ഈ ഭാഷ ഇതാണോ അതോ മലയാളമാണോ ഇഷ്ടം? മലയാളം. അതാണ് എളുപ്പം. എനിക്ക് അതാണ് എളുപ്പം. സത്യസന്ധമായി പറഞ്ഞ ഉത്തരം. വെരി ഗുഡ്. അതിനൊരു വലിയ കയ്യടി. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്. നേരത്തെ നമ്മള് കുറെ പ്രണയ ഗാനങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. എന്തൊരു കോമ്പോസിഷൻ ആണ് രാജാ സർ. ഗംഭീര പാട്ട്. അപ്പം ഇത്തരത്തിലുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രണയം ഇങ്ങനെ വീണ്ടും ഓർമ്മകളിലേക്ക് വരുന്നത്. സോ മോളു, ഗോഡ് ബ്ലെസ് യു. ഇനിയും എന്താ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, കൊറേ ഉണ്ട് ഇപ്പൊ ഓർക്കാൻ വയ്യ. എനിക്ക് ഓർക്കാൻ വയ്യ. അതുകൊണ്ട് മോളു, ഗോഡ് ബ്ലെസ് യു. നല്ല സൂപ്പർ ആയിരുന്നു പാട്ട്. സർ താങ്ക് യു. സപ്പോർട്ട് ചെയ്തല്ലോ ഞങ്ങളുടെ കുട്ടിയെ. താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. യെസ് ബോസ്. മാർക്ക് മക്കൾക്ക് ഞാൻ 8.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി മോളു 8.6. താങ്ക് യു മാം. ചേച്ചി. മനോജേട്ടാ? യെസ്, ഇവിടുന്നാണ് മാർക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.3. ആൻഡ് താങ്ക് യു ചേട്ടാ, നമ്മുടെ അമ്മയെക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ. അമ്മയെക്കുട്ടിയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പോലീസ് ഫോഴ്സിന്റെ മുഴുവൻ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിനെ കാണുകയാണ് നമ്മൾ. ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോലീസിന്റെ കൂടെ ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജ്യോതികുട്ടൻ സാറിന് വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടുപേരും ഒഴിച്ച് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം,
നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം സൂപ്പർ സർ താങ്ക് യു സോ മച്ച്. ഇനി ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ നിന്ന് പുറത്ത് കാണുമ്പോഴും ഞങ്ങളെയൊക്കെ ഓർക്കുക. തീർച്ചയായിട്ടും ഞങ്ങളെ സഹായത്തിന് വിളിച്ചാൽ സഹായത്തിന് വരണം. ഞങ്ങൾ എന്ത് കുറ്റകൃത്യം ചെയ്താലും ഞങ്ങളെ അറസ്റ്റ് ചെയ്യരുത്. യൂണിഫോമിൽ കയറുമ്പോൾ സ്വഭാവം മാറുന്നത് അതെ. ഒരു റിക്വസ്റ്റ് ആണ്. അല്ല കാക്കിക്കുള്ളിലെ കലാകാരനാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. വണ്ടർഫുൾ. താങ്ക് യു ചേട്ടാ. താങ്ക് യു അമ്മയ.